ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിയുമായിട്ട് കാന്തപുരം മുസ്ലിയാർ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് ചർച്ച ചെയ്തു. ഈ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ചർച്ചയ്ക്കുള്ളിൽ കാന്തപുരം മുസ്ലിയാർക്ക് ഒരു വെളിപാടുണ്ടായി. എന്താണെന്നല്ലേ, ഇന്ത്യയിലെ എല്ലാത്തരം മുസ്ലിങ്ങളും വളരെയേറെ സുരക്ഷിതരാണ് എന്നാണ് കാന്തപുരം മുസ്ലിയാരുടെ വെളിപാട്. ഇത്രയും പോരെ നമ്മുടെ മതേതര രാജ്യത്തിന് പൊടിപൂരമാകാൻ വേണ്ടി? നമ്മുടെ മറ്റിതര മുസ്ലിം സംഘടനകൾ ഇത് സഹിക്കുമോ അല്ലെങ്കിൽ പൊറുക്കുമോ? പ്രബുദ്ധർ, നവോത്ഥാനക്കാർ, സോഷ്യലിസ്റ്റുകാർ, കൂടാതെ ഭരണപക്ഷ പ്രതിപക്ഷ പാർട്ടികൾ, സൂഡാപ്പികൾ, ഇവർക്കൊക്കെ കാന്തപുരം മുസ്ലിയാർ പറഞ്ഞ ആ ഒരു പ്രസ്താവനയോട് യോജിക്കാൻ കഴിയുമോ, പൊറുക്കുമോ? ഒരിക്കലുമില്ല. ഈ പ്രബുദ്ധ സോഷ്യലിസ്റ്റ് നവോത്ഥാനക്കാരൊക്കെ പറയുന്നത് കാന്തപുരം നടത്തിയത്, അതായത് മോദിജിയെ കണ്ടതിന് ശേഷം കാന്തപുരം പറഞ്ഞ ഈ പ്രസ്താവന തികച്ചും മതനിന്ദയാണ് എന്നാണ്. അതുപോലെ തന്നെ നമ്മളെ മലയാള മാധ്യമങ്ങൾ പറഞ്ഞത് കാന്തപുരം പറഞ്ഞത് ഒരു വിവാദ പ്രസ്താവനയാണത്രേ. ഏത്? നമ്മുടെ ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾ, എല്ലാത്തരം മുസ്ലിങ്ങളും സുരക്ഷിതരാണ് എന്ന് പറഞ്ഞത്. അല്ല, ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ വംശഹത്യക്ക് വിധേയരാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന വിവാദമായത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഈ സംഘപരിവാർ ഫാസിസം, സംഘപരിവാർ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു, സംഘപരിവാർ നമ്മുടെ ഈ നാടിന്, ഈ ഭാരതത്തിന്, ഈ ഇന്ത്യക്ക് ആപത്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇടതനും വലതനും അതുപോലെ തന്നെ സൂഡാപ്പികളും നമ്മുടെ ഈ കേരളത്തിൽ കഴിച്ചു കൂട്ടുന്നത്. അതിനിടയ്ക്ക് മോദിയെ കണ്ടിട്ട് കാന്തപുരം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയാൽ ഇന്ത്യയിലത്തെ മുസ്ലിങ്ങളെല്ലാവരും സുരക്ഷിതരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? ചിലരൊക്കെ പറയുന്നത് കാന്തപുരം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് കേന്ദ്ര ഏജൻസികളെ ഭയന്നിട്ടാണ് എന്നാണ്. അതെന്താ, കാന്തപുരം മുസ്ലിയാർ തീവ്രവാദിയാണോ? കേന്ദ്ര ഏജൻസികളെ ഭയക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ല, ഇതൊക്കെ നിങ്ങൾക്കല്ലേ അറിയൂ. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് അറിയല്ലോ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞ പ്രസ്താവന, അതായത് ഇന്ത്യയിൽ എല്ലാത്തരം മുസ്ലിങ്ങളും സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ പ്രസ്താവന മതനിന്ദയാണ്, കേന്ദ്ര ഏജൻസികളെ ഭയക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള ഉത്തരവ് നിങ്ങളുടെ കയ്യിലായിരിക്കുമല്ലോ. കൂടാതെ ചില മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നത് സംഘപരിവാർ ആക്രമണങ്ങളെ വെള്ളപൂശാൻ വേണ്ടിയാണ് കാന്തപുരം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയത് എന്നാണ്. നിങ്ങൾ ഈ സംഘപരിവാർ ഫാസിസം എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇങ്ങോട്ട് കിട്ടിയാൽ ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ചടിക്കും, അത് സ്വാഭാവികമല്ലേ. പിന്നെ ഇവിടെ നടക്കുന്ന തീവ്രവാദികൾ ഇവിടുന്ന് തീവ്രവാദത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നത്, അതൊക്കെ നിയമപരമായിട്ട് നിർത്തലാക്കുന്നത് എല്ലാ മുസ്ലിങ്ങൾക്കും നല്ലതല്ലേ. ഒരു 100% എടുത്തു കഴിഞ്ഞാൽ 95% മുസ്ലിങ്ങൾ നല്ലതാണ്. അതിൽ 5% മാത്രമാണ് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അവരെ തള്ളിക്കളഞ്ഞാൽ, അവരെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കൊക്കെ സമാധാനപരമായിട്ട് ഈ ഭാരതത്തിൽ ജീവിച്ചൂടെ? അതെന്താണ് അങ്ങനെ ചിന്തിക്കാത്തത്? KMYF, സോളിഡാരിറ്റി, മുജാഹിദ് എന്നീ വിഭാഗങ്ങൾ പറയുന്നതാകട്ടെ കാന്തപുരം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി സമുദായത്തെ തെറ്റായി ചിത്രീകരിക്കുകയും ജനങ്ങളുടെ പോരാട്ടങ്ങളെ അവഹേളിക്കുകയും ചെയ്യുന്നു എന്നാണ്. അല്ല, സത്യത്തിൽ ഇവരുദ്ദേശിക്കുന്ന ഈ മുസ്ലിങ്ങൾ ചെയ്ത പോരാട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇവരുദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അവലും മലരും കുന്തരിക്കവും വാങ്ങി വെച്ചോളൂ, നിന്റെയൊക്കെ കാലന്മാർ ഇതാ വരുന്നുണ്ട്. അതുപോലെ തന്നെ മര്യാദക്ക് ജീവിച്ചോ, നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട്. മുട്ടേന്ന് വരാത്ത കുഞ്ഞുങ്ങൾ വരെ വിളിച്ചു പറയുന്ന ഈ രാജ്യവിരുദ്ധതയാണോ നിങ്ങൾ പറയുന്ന ഈ പോരാട്ടം? കാഫിറുകളെ നിഷ്കരണം കൊന്നു തള്ളുമെന്ന് പറയുന്നതാണോ പോരാട്ടം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോരാട്ടം അതാണോ? അല്ലെങ്കിൽ 1921 ഹിന്ദു വംശഹത്യ ചെയ്യാൻ വേണ്ടി ഊരിയ അന്നത്തെ ആ വാൾ ഞങ്ങളാരും അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ അരയിലെ ഉറയിൽ തന്നെയുണ്ട്. വേണ്ടി വന്നാൽ വീണ്ടും അത് ഞങ്ങൾ എടുക്കും. 1921 വീണ്ടും ഇവിടെ കേരളത്തിൽ നടക്കും എന്ന് പറഞ്ഞ ആ ഒരു പ്രവൃത്തിയെയാണോ നിങ്ങൾ പോരാട്ടം എന്ന് പറയുന്നത്? അതുമല്ലെങ്കിൽ സന്ധ്യാസമയത്ത് അമ്പലങ്ങളിൽ വരുന്ന ഹിന്ദുക്കളെ കൂട്ടിക്കെട്ടി പച്ചക്കെട്ട് കത്തിക്കും എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ പോരാട്ടം എന്ന് പറയുന്നത്? അതോ 1921 മുസ്ലിം രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി, ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി ഹിന്ദുക്കളെ നിഷ്കരണം വംശഹത്യ ചെയ്ത് തുവൂർ കിണറിൽ
അരിഞ്ഞെറിഞ്ഞ ആ പ്രവൃത്തിയാണോ നിങ്ങൾ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്? അല്ലെങ്കിൽ മാറാടിൽ ഹിന്ദു കൂട്ടക്കുരുതി നടത്തിയ ആ പ്രവൃത്തിയാണ് നിങ്ങൾ പോരാട്ടം എന്ന് പറയുന്നത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോരാട്ടം? ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. ലോകത്തിലെ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളിലും എന്താണ് സംഭവിക്കുന്നത്? പാകിസ്ഥാൻ എടുക്കുക, പാകിസ്ഥാനിൽ ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ്. അവരുടെ ഇന്നത്തെ ഗതി, അവരുടെ ജീവിതം, അവരുടെ അവകാശം, സ്വാതന്ത്ര്യം അതൊക്കെ എടുത്തു നോക്കുക. അവിടെ ന്യൂനപക്ഷമായിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ ജനങ്ങളെയും ഭൂരിപക്ഷമായിരിക്കുന്ന മുസ്ലിങ്ങളുടെയും ജീവിതം, പ്രവൃത്തി. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ തമ്മിൽ തല്ലി പോരാടി മരിക്കുന്നത് മുസ്ലിങ്ങളും തമ്മിലാണ്. ഇനി അത് ബംഗ്ലാദേശിലേക്ക് എടുത്ത് നോക്കിയാലും അവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ ഹിന്ദുക്കളും ഓരോ ക്രിസ്ത്യാനികളും നോക്കിക്കാണുക. അഫ്ഗാനിസ്ഥാനിലെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കിക്കാണുക. എന്നിട്ട് നമ്മുടെ ഭാരതത്തിലേക്ക് നോക്കുക. ഇവിടുത്തെ മുസ്ലിങ്ങൾ എത്ര സുരക്ഷിതരാണ്, അവരൊക്കെ എത്ര മനസമാധാനത്തോടെയാണ് ജീവിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു കുറവ് നമ്മുടെ ഈ ഭാരതത്തിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കാണുക. കാന്തപുരമാണ് ശരിയെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ ഹിന്ദുക്കളെയും ഓരോ ക്രിസ്ത്യാനികളെയും കൊന്നു തള്ളി 2047 ഇന്ത്യ ഇസ്ലാമിലൂടെ എന്ന സ്വപ്നം കണ്ട് നടക്കുന്ന നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഭാരതത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് തോന്നാം. അത് നിങ്ങളുടെ മാത്രം കണ്ണിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും പ്രശ്നമാണ്. അത് മാറ്റി നിർത്തിയാൽ ഇവിടെ എല്ലാവരും സുന്ദരമായി സന്തോഷമായി ജീവിക്കും. ഇന്ത്യയിലത്തെ മുസ്ലിങ്ങളെല്ലാവരും സുരക്ഷിതരാണ് എന്ന് പറയാൻ കാണിച്ച ആ മനസ്സിന് കാന്തപുരത്തിന് അഭിനന്ദനങ്ങൾ. മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ടുടമതിലേക്ക് അതിലെല്ലാവർക്കും ജയ് ഹിന്ദ്.